ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇപ്പോൾ ഓണക്കല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അവിയലിന്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അവിയൽ തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന പച്ചക്കറികളൊക്കെ ഇതുപോലെ വേണം നീളത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ 850 ഗ്രാം പച്ചക്കറിയാണ് കേട്ടോ. ഈ കട്ട് ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് ആണ് ഞാൻ പറയുന്നത്. 850 ഗ്രാം പച്ചക്കറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിന് വേണ്ടി ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ക്യാരറ്റ് ആണ് കേട്ടോ. ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ചേനയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും പീസുകൾ ഇല്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് അവിയൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുരിങ്ങക്കായാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബീൻസ്, ഇത് ചെറിയൊരു കഷ്ണം പടവലമാണ് കേട്ടോ. പടവലം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കൊത്തമര എടുത്തിട്ടുണ്ട്. അപ്പൊ കൊത്തമര മാത്രമാണെങ്കിലും കുഴപ്പമില്ല, എല്ലാ പയറൊന്നും വേണമെന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു കായ എടുത്തിട്ടുണ്ട്, പച്ചക്കായ ഉണ്ടല്ലോ, പച്ചക്കായ ഇതുപോലെ നീളത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നീളത്തിലുള്ള ഒരു പയറാണ്, അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ പയർ ഇതെല്ലാം കൂടി ഇല്ലെങ്കിലും കൊത്തമര മാത്രമാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പയറ് മതി കേട്ടോ. ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ആയാലും മതി. അങ്ങനെ എല്ലാം കൂടി ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള 3 പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 1/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ 1/2 ഗ്ലാസ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഈ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് അതിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഒരു വാഴയുടെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ വാഴയുടെ ഇലയുടെ ഒരു സ്മെല്ലൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പകുതി വേവാക്കി എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് വേണ്ടി 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ചതച്ചെടുക്കണം കേട്ടോ. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഇത് 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അപ്പൊ തേങ്ങ നന്നായിട്ട് അരഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മുടെ പച്ചക്കറിയൊക്കെ പകുതി വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അയലൊന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഒരു അരപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഈ പച്ചക്കറികൾ കുറച്ച് നടുവീന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് അവിടെ വേണം നമുക്ക് ഈ തേങ്ങ ചതച്ചത് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് വീണ്ടും പച്ചക്കറികൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പൊ ഈ ഒരു സമയം എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പൊ ഞാനിവിടെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നിട്ടുണ്ട് കേട്ടോ. തുറന്നതിന് ശേഷം എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ പച്ചക്കറികളും തേങ്ങയുടെ അരപ്പൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൽ തൈരൊക്കെ ആഡ് ചെയ്യുന്നത്. 1/2 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൈര് ഒഴിച്ചു കൊടുക്കണം. തൈര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആണ് കേട്ടോ. അപ്പൊ തൈര് ഒഴിക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു വെളിച്ചെണ്ണയും കറിവേപ്പിലയാണ് കേട്ടോ അവിയലിന്റെ ഒരു ഹൈലൈറ്റ്. ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് നന്നായി വരുന്നത്. അപ്പോൾ ഇളക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ വേണം നമ്മൾ ഇളക്കാനായിട്ട്. പതുക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി അതുപോലെ വാഴയില വെച്ചിട്ട് ഞാൻ വീണ്ടും മൂടി വെക്കുന്നുണ്ട്. അപ്പൊ ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇതുപോലെ കഴിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അവിയലിന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചത്. ഈ ഒരു അവിയലിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓണസദ്യക്ക് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പൊ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. എല്ലാവരും ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതുപോലെ ഒരു നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്